ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഒരു സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ സൂപ്പർ കാറിൻ്റെ പേര് സെൻവോ എന്നൊക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെ എടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് നമ്മളൊരു ലിങ്ക് വഴിയാണ് എടുക്കുന്നത്. അതല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ടെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഹിപ്പോയും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലഗിൻ ആപ്പിൽ കൂടെ എടുക്കുന്നതാണ്. ഇതെങ്ങനെ എടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് മൾട്ടിപ്ലെയർ മോഡ് കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ മൾട്ടിപ്ലെയർ മോഡിന് തന്നെ ഒരു മിത്തൂടം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സെൻവോ കാറിനെ കുറിച്ച് പറയാം. സെൻവോ എന്ന് പറയുന്നത് വളരെ അടിപൊളി നല്ലൊരു സൂപ്പർ കാറാണ്. എൻ്റെ ഫേവറേറ്റ് കാറുകളിലൊന്നാണ് ഈ സെൻവോ. ആ ഒരു അലോയിനും പിന്നെ ഒരു സ്പോയിലറും കാണാനൊക്കെ എന്ത് രസമാണല്ലേ. നല്ല മുതൽ തന്നെയാണ് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ കളർ വരുന്നത് ഒരു യെല്ലോയും ബ്രൗണും ഒക്കെ വെച്ചിട്ടാണ്. എനിക്കിഷ്ടപ്പെട്ട നല്ല കാറാണ്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് മൊബൈലുള്ള ഗാലറിയുടെ ഓപ്ഷൻ എടുത്ത് ഇതിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷനൊക്കെ വരും. നല്ല നല്ല കളേഴ്സ് നമുക്കിത് വരുന്നതായിരിക്കും. പക്ഷേ ഇതിന് എനിക്കിഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ഇതാണ്, എനിക്കിഷ്ടപ്പെട്ട ആദ്യത്തെ കളർ തന്നെയാണ്. ഞാനിപ്പോൾ ഇത് RGB കളറൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഗെയിമിലെ ഏറ്റവും വേസ്റ്റ് RGB കളറായിരിക്കും. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ഹിപ്പോ ആഡ് കഴിഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. നല്ലൊരു ആനിമലാണ് ഹിപ്പോ. പക്ഷേ അത് അത്ര അപകടകാരിയും കൂടിയാണ്. നമുക്കിനി ഒന്ന് വെടിവെച്ച് നോക്കാം. ഒരു ബ്രൗണിഷ് വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മെഷീൻ കണ്ടും കൊണ്ട് ഒന്ന് വെടിവെച്ച് നോക്കാം. ഒരു പോയിൻ്റ് ഹിപ്പോയിൽ വെച്ചിട്ട് നമ്മളെ കുത്താൻ വരുമായിരിക്കും. ഇതിനകത്തെ ഹിപ്പോ ഡേഞ്ചറസ് അല്ല ഗൈസ്, അത് പേടിച്ചോടുകയാണ്. കുത്താനല്ല വരുന്നത്. മുറിച്ച കൊമ്പുകളുണ്ടെന്നുള്ളൂ. അതും അവിടെ ചത്ത്. നമുക്കെല്ലാത്തിനും കൊന്നെടുക്കാം. ഒരു വിനോദം. അതിപ്പോൾ അവിടെ ചത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ എടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ മൾട്ടിപ്ലെയർ മോഡിനെ കുറിച്ച് പറയാം. ആക്ച്വലി ഇത് മൾട്ടിപ്ലെയർ മോഡല്ല, നമ്മുടെ NPCനെ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇപ്പോൾ എല്ലാ ബൈക്കിലും ഈ ഫീച്ചർ വന്നിട്ടില്ല. ബാക്ക് സീറ്റ് ഉള്ള ബൈക്കിൽ മാത്രമേ ഈ ഫീച്ചർ വന്നിട്ടുള്ളൂ. അതായത് എനിക്കറിയാവുന്ന 2 ബൈക്ക് ഞാൻ പറയാം. ഒന്ന് ZX10R 400 ഒന്ന് പിന്നെ KTM 1210 ആണ് അതിൻ്റെ ചീറ്റ് കോഡ്. നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ബൈക്കാണ്. ഞാൻ ഇപ്പോൾ KTM എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ബാക്ക് സീറ്റുള്ളതിൽ മാത്രമേ വർക്കാവത്തുള്ളൂ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ്. ചില ബൈക്കിൽ മാത്രമേ ഈ ഫീച്ചർ ഓൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു NPCയുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ആ ഫോണിൻ്റെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തുള്ള ഫോണിൻ്റെ ഐക്കണെ പിടിച്ചേക്കാം. 3 NPCനെ കയറ്റാൻ പറ്റും. നോക്കാം ഗൈസ്. നമ്മൾ വേറെ NPCയുടെ അടുത്തോട് ചെല്ലാം. ഫോണിൻ്റെ ഐക്കണെ ക്ലിക്ക് ചെയ്യാം. ഗൈസ് കയറുന്നില്ല. അപ്പോൾ നമുക്ക് 2 NPCനെ കയറ്റാൻ പറ്റത്തുള്ളൂ. ഈ ബാക്ക് സീറ്റിൽ NPCനെ ഇരുത്തുന്ന നല്ലൊരു മോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ബഗ് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഹോഴ്സും അതിൻ്റെ അടുത്ത് തന്നെ ഒരു KTM ബാക്ക് സീറ്റുള്ള ഏതെങ്കിലും ഒരു ബൈക്കും വിളിക്കുക. എന്നിട്ട് നിങ്ങൾ ഹോഴ്സിലും ബൈക്കിലും കൂടെ ഒരുമിച്ച് കയറാനുള്ള ഒരു ഓപ്ഷൻ വരും. അതേ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങൾ ഇങ്ങനെ പൊങ്ങി ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ താഴോട്ട് വന്നായിരിക്കും. അന്നേരം ബൈക്കിൽ നിങ്ങൾ ഇൻവിസിബിളായിട്ട് ട്രാവൽ ചെയ്യുന്ന നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബൈക്കും വെച്ച് ഏതെങ്കിലും ഒരു ഇതിൻ്റെ അടുത്ത് ഒരു NPCയുടെ അടുത്ത്. അപ്പോൾ നമ്മളൊരു NPCയുടെ അടുത്ത് വന്നിട്ട് ആ ഫോണിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ NPC ഇൻവിസിബിളായ ഒരു മനുഷ്യൻ്റെ തോളെ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഗൈസ് പുറകിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ NPC ബൈക്ക് ഓടിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഗൈസ് നല്ല രസമാണ്. ഇപ്പം ഇടിക്കേണ്ട ദൈവമേ പോയി. അവിടെ അന്നേരം വീണല്ല, അതുകൊണ്ടായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ഹിപ്പോനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലഗിൻ ആപ്പ് എടുക്കുക. പ്ലഗിൻ ആപ്പിൽ പോയിട്ട് ഇവിടെ കുറേ ഓപ്ഷൻ കാണും. അതിൽ ആനിമൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരുന്ന G24 ഹിപ്പോയെ പിടിച്ച് ഒരു 5-6 വർഷം സെലക്ട് ചെയ്യുക. അതൊന്ന് നമ്മുടെ ക്ലിപ്പ് ബോർഡിലോട്ട് നമ്മുടെ കോപ്പി ആകാനാണ്. എന്നിട്ട് നമ്മുടെ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വരിക. നിങ്ങളുടെ ഇൻ്റർനെറ്റ് എപ്പോഴും ഓൺ ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്. വൈഫൈ ഉള്ളവരാണെങ്കിൽ വൈഫൈ ഓൺ ആക്കണം. അല്ലെങ്കിൽ ഡാറ്റ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡാറ്റ ഓൺ ആക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ലെൻസിൻ്റെ സിമ്പലിൽ പോകണം, ഇൻ്റർനെറ്റ് ഓപ്ഷൻ. എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഒരു 10 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ട് 24 അടിക്കുക കോളിൻ്റെ അവിടെ പോയിട്ട്. എന്നാൽ നിങ്ങൾക്ക് ഹിപ്പോപ്പൊട്ടാമസ് ഇതിൽ ആഡ് ആവുന്നതായിരിക്കും. നല്ലൊരു ഹിപ്പോപ്പൊട്ടാമസാണിത്. അടുത്ത നിങ്ങൾക്ക് എങ്ങനെ കാർ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സെൻവോ കാറ്. അതിനോട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെക്കാം. ആ പേസ്റ്റ് ചെയ്ത ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ വന്ന് പേസ്റ്റ് ചെയ്യുക. നേരത്തേക്കും അവിടെ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇതാവുന്നതായിരിക്കും, ഫയൽ ലോഡ് ആവുന്നതായിരിക്കും.
ഞാനിപ്പോൾ ദേ ഇവിടെ 25 അടിച്ചൊരു സൂപ്പർ കാറൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സെൻവോ വളരെ നല്ല കാറാണ്. അപ്പം ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങളെ മാക്സിമം ആ ടൈമിൽ തന്നെ അറിയിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.